അതിരടി മൂവി ഇന്നലെ റിലീസായിട്ടുള്ളൂ. പഞ്ചാബ് ജയിച്ചതിന് ശേഷം രാത്രിത്തെ ഷോക്ക് പോകാനാണ് വിചാരിച്ചത്. പണ്ടാറടങ്ങനെ അത് നടന്നില്ല. അപ്പോൾ ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്കും എല്ലാ ഇൻസ്റ്റാ പേജിലൊക്കെ ഫുള്ള് തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ പുറത്ത് വിടുന്നത്. ക്യാമിയോ ഫസ്റ്റ് ഇന്നലെ ക്യാമിയോ ഉണ്ട്, എല്ലാവരും ഞെട്ടിക്കുന്നൊക്കെ വരും. ഇന്നത്തേക്കൊക്കെ ആകുമ്പോഴത്തേക്കും ക്യാമിയോ ആരാണ്, ഏത് സമയത്താണ് വരുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് അങ്ങനെ വിടുന്നത്. അവിടെ ഒരു ദിവസമല്ലായിട്ടുള്ളൂ, ബാക്കി എത്ര ആൾക്കാർ കാണാനുണ്ടോ? എല്ലാവരും ഒരു ദിവസം പോയി കാണും, ഫസ്റ്റ് ഡേ പോയി കാണും. അപ്പോൾ കുറച്ചൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യും. നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങളെ പേജിൽ ഫസ്റ്റ് എല്ലാം വരുന്നു എന്നുള്ളതിലായിരിക്കും നിങ്ങൾ ഇടുന്നത്, ശരിയാണ്. പക്ഷെ മൂവിയല്ലേ, കുറച്ച് സസ്പെൻസും ക്യാമ്പ് ഇതൊക്കെ ഒരു വെക്കണത് തന്നെ പ്രേക്ഷകർക്ക് ത്രില്ലാവാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ എല്ലാം കൂടി ഇങ്ങനെ പുറത്ത് വിടല്ലടാ. ഒരു അറ്റ്ലീസ്റ്റ് ഒരാഴ്ച അല്ലെങ്കിൽ 5 ദിവസമെങ്കിലും കഴിഞ്ഞിട്ട് വിട്. അല്ലാതെ നിങ്ങൾ ആദ്യത്തെ ദിവസം തന്നെ പണ്ടറെടുക്കുന്ന എന്തിനാ? എല്ലാവരും ഫസ്റ്റ് ഡേ പോയി കാണുമോ? ഇതിപ്പോൾ മൂഡ് പോയില്ലേ, ക്യാമിയോ ആരാണ് എല്ലാം നമ്മളറിഞ്ഞു. എന്ത് രസമാണ് ഉണ്ടാവുക. അറ്റ്ലീസ്റ്റ് എന്താ പറയുക, ഒരു ഞെട്ടിക്കുന്ന ക്യാമിയോ ഉണ്ട്. ഇങ്ങനെയൊക്കെ പറയാൻ എന്ത് രസം ഉണ്ടാവും, ഒരു ത്രില്ലുണ്ടാവും. ഇത് എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞത് എന്താണ് കാര്യം. ഇനിയിപ്പോൾ വരാൻ പോകുന്നത് ദൃശ്യമാണ്. ദൃശ്യം എന്നൊക്കെ പറയുന്നത് തന്നെ ആ ക്ലൈമാക്സാണ് അതിൻ്റെ ഏറ്റവും അടിപൊളി. അതൊന്നും വിളിച്ച് പറയില്ല. ഇനി അത് കണ്ടാൽ തന്നെ കുറേ എണ്ണം വന്നിട്ട് പറയും, ഇന്ത്യ മോനെ ആ വരുണിൻ്റെ അസ്ഥി കൂടെ ഇവിടെ വെച്ചത്, വരുണിൻ്റെ ബോഡി ഇല്ലാന്ന് അറിയുന്ന ഒരു സീനുണ്ട്, പ്രേക്ഷകരെ കിളി പാറുന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ നമ്മൾ എന്തിനാ കാണാൻ പോകുന്നതാ? നമ്മൾ ഫസ്റ്റ് ഷോ കാണുന്നവർ മാത്രം കണ്ടാൽ പോരെ. കുറച്ചൊക്കെ മാന്യത ഉളുപ്പൊക്കെ കീപ്പ് ചെയ്യാം. കാരണം ബാക്കിയുള്ളവരെ ഇമോഷൻ, ബാക്കിയുള്ളവരെ ഈ താല്പര്യമൊക്കെ ഒന്ന് റെസ്പെക്റ്റ് ചെയ്യും. അതാ പറയാനുള്ളത്. ഇനിയെങ്കിലും ഇതുപോലുള്ളത് കാണിക്കല്ല.